അസദിന്റെ ഭാര്യയായ അസ്മ JP മോർഗൻ ഉൾപ്പെടെയുള്ള ലോകത്തെ വൻകിട ധനകാര്യ സ്ഥാപനങ്ങളിൽ വലിയ പദവികളിൽ ജോലി ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് അസദിന് കൃത്യമായി ഈ മോഷ്ടിച്ച പണം എങ്ങനെയാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടതെന്നും എങ്ങനെയാണ് പണം മറ്റൊരു രാജ്യത്തേക്ക് എത്തിക്കേണ്ടതെന്നുള്ളത് സംബന്ധിച്ചൊക്കെ വളരെ വ്യക്തമായ ധാരണയും അറിവുമുള്ള ഒരു വ്യക്തിയായിരുന്നു. അവരുടെ കൂടി ഉപദേശം അനുസരിച്ചായിരിക്കാം ഇത്തരത്തിൽ നോട്ടുകെട്ടുകളാക്കി തന്നെ റഷ്യയിലേക്ക് ഈ സ്വന്തം സമ്പാദ്യം മുഴുവൻ കടത്തിയത്. സ്വന്തം രാജ്യത്തെ ജനങ്ങൾ ഒരു നേരം ഭക്ഷണം കഴിക്കാൻ പോലും നിവർത്തിയില്ലാതെ നട്ടം തിരിയുന്ന സമയത്തായിരുന്നു ഈ ടൺ കണക്കിന് നോട്ടുകെട്ടുകൾ ഇയാളും സംഘവും ചേർന്ന് റഷ്യയിൽ എത്തിച്ചത്. ഇതിലും വിചിത്രമായ മറ്റൊരു കാര്യം, ഒരു വിദേശ രാജ്യത്ത് നിന്ന് റഷ്യയിലേക്ക് ഇത്രയധികം പണം എത്തുമ്പോൾ അതെങ്ങനെയൊക്കെയാണ് അവിടെ വിനിയോഗിച്ചത് എന്നുള്ളത് സംബന്ധിച്ച യാതൊരു കണക്കോ രേഖകളോ റഷ്യൻ അധികൃതരുടെ കൈവശവും ഇല്ല എന്നാണ് അവർ പറയുന്നത്. ഇതിന്റെ പിന്നിൽ തീർച്ചയായും പുടിനും സംഘവും തന്നെ ആയിരുന്നിരിക്കാം. ഉന്നതങ്ങളിൽ നിന്നുള്ള നിർദ്ദേശം അനുസരിച്ച് തന്നെയായിരിക്കും ഇത് സംബന്ധിച്ച് യാതൊരു തരത്തിലുള്ള രേഖകളും അവർ ചെയ്യാതെയും ഇരുന്നത്. പണം കെട്ടുകണക്കിന് കൊണ്ടുവന്ന് ഓരോ ബാങ്കുകളിൽ നിക്ഷേപിക്കുകയും അതുപോലെ വൻതോതിലുള്ള നിക്ഷേപങ്ങൾ നടത്തുകയും ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു കുടുംബത്തെ സംബന്ധിച്ച് അവർക്ക് ഇതൊക്കെ എങ്ങനെയാണ് തട്ടിപ്പിലൂടെ നടപ്പിലാക്കേണ്ടതെന്ന് വളരെ വ്യക്തമായി അറിയായിരുന്നു. വർഷങ്ങൾ കൊണ്ട് തന്നെയാണ് ഇതെല്ലാം ചെയ്തെടുത്തത്. പതിറ്റാണ്ടുകളായി റഷ്യയുമായി തുടരുന്ന ചങ്ങാത്തം തന്നെയാണ് അസദിന് തുണയായി മാറിയത്. തന്നെ ഒരിക്കലും റഷ്യ വഞ്ചിക്കില്ല, അതല്ലെങ്കിൽ തന്നെ സ്വീകരിക്കാതിരിക്കില്ല എന്ന് വ്യക്തമായിട്ട് അറിയാമായിരുന്നു. കാരണം തങ്ങളുടെ രാജ്യത്ത് ഇത്രയധികം നിക്ഷേപം നടത്തിയ ഒരു വ്യക്തി കൂടിയാണ്, ഒരു എന്റർപ്രണർ കൂടിയാണ് അസദ് എന്നുള്ളത് റഷ്യൻ അധികൃതരെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. തങ്ങളുടെ രാജ്യത്തേക്ക് മറ്റു രാജ്യത്ത് നിന്ന് പതിനായിരക്കണക്കിന് കോടി രൂപയുടെ നിക്ഷേപം എത്തുന്നത് ആരാണ് അല്ലെങ്കിൽ ഏത് ഭരണാധികാരിയാണ് ഇഷ്ടപ്പെടാതിരിക്കുന്നത്?